രോഗിക്ക് നല്ല വൈദ്യനും തന്റെ അടുക്കൽ അടുത്തു വരുന്നവരോട് ദയ ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെ, തിരുസന്നിധിയിൽ നിലവിളിക്കുന്ന നിന്റെ ജനത്തോട് കരുണ ചെയ്യണമേ. ആകാശമടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ, ദേശത്ത് ക്ഷാമം, മഹാമാരി, വെൺകതിർ, വിഷമഞ്ഞ്, വെട്ടുക്കിളി എന്നിവയുണ്ടാകുമ്പോൾ, വ്യാധികളും ദീനവും വസന്തയും സംഹാര താണ്ഡവമാടുമ്പോൾ, നിന്റെ ആലയത്തിലേക്ക് തിരിഞ്ഞ് നിന്റെ ജനം പ്രാർത്ഥനയും അഭയയാചനയും അണയ്ക്കുമ്പോൾ, നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് നീ കേട്ട് ഞങ്ങളോട് മനസ്സലിഞ്ഞ് നിന്റെ ജനത്തോട് കരുണ ചെയ്യാമെന്ന വാഗ്ദത്തം അവിടുന്ന് മറന്നു പോകരുതേ. വിളിപ്പിൻ, ഞാൻ ഉത്തരമരുളാം, മുട്ടുവിൻ, ഞാൻ തുറന്നുതരാം എന്നരുളിയ നല്ല ദൈവമേ, സങ്കടഹൃദയത്തോടെ തിരുമുൻപിൽ സമർപ്പിക്കുന്ന നിന്റെ ജനത്തെ നീ മറന്നു കളയരുതേ. നിന്റെ ഒരു വശത്ത് 1000-ങ്ങളും നിന്റെ വലതുവശത്ത് 10,000-ങ്ങളും വീഴും, എന്നാലോ അവ നിങ്കിലേക്ക് അടുക്കുകയില്ലെന്നരുളിയ നല്ല ദൈവമേ, ദേശമെങ്ങും 10,000-ങ്ങൾ നാശകരമായ കുഴിയിൽ നിന്നും നിലവിളിക്കുമ്പോൾ, ദാനിയേലിനെ കുഴിയിൽ നിന്നും യോനയെ കടലിൽ നിന്നും കരകയറ്റിയ നല്ല ദൈവമേ, ലോകരാജ്യങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന ഈ മാരക വിപത്തിൽ നിന്നും ലോകത്തെ നീ കാക്കേണമേ. അനേകായിരങ്ങൾ ആകുലതയോടെ തിരുമുമ്പിൽ കേഴുമ്പോൾ, ഓരോ ദിനവും ആശങ്കയിൽ കൊഴിയുമ്പോൾ, തീയാളും വേഗത്തിൽ മഹാമാരി നിന്റെ ജനത്തെ തിന്നൊടുക്കുമ്പോൾ, നാഥ, ഞങ്ങളെ നീ മറന്നു കളയരുതേ. രോഗദുരിതത്താൽ ഒറ്റപ്പെടുന്നവർക്ക് നീ തുണയാകണമേ. പ്രത്യാശയും ധൈര്യവും അവരിൽ നിറയ്ക്കണമേ. പരിശോധനയിൽ കഴിയുന്നവർക്ക് നീ സൗഖ്യം പകരണമേ. ജീവൻ പോലും ത്യജിച്ച് രോഗികളുടെ പരിചരണത്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന മക്കളെ നീ ശക്തിപ്പെടുത്തണമേ. രോഗത്തിന്റെ ഭീതിയെ അകറ്റി പ്രത്യാശയും ധൈര്യവും ഞങ്ങളെ അണിയിക്കണമേ. ചൈനക്കാരിയായ 35 വയസ്സുള്ള ഒരു യുവതി സൗത്ത് കൊറിയയിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര. അവിടെ ചെന്ന് ഫെബ്രുവരി 6-ാം തീയതി ചെറിയ ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ടു. ആശുപത്രിയിലെത്തി. വലിയ കുഴപ്പമൊന്നും ഇല്ലാഞ്ഞതിനാൽ അവരുടനെ തന്നെ പറഞ്ഞു വിടാൻ ഒരുങ്ങി. അപ്പോൾ ചെറിയൊരു ടെമ്പറേച്ചർ വ്യതിയാനം നോക്കാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വേണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആശുപത്രിയിൽ നിന്നും പോന്നു. പിന്നീട് ഫെബ്രുവരി 9-ാം തീയതി അവരുടെ പള്ളിയിലെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. 16-ാം തീയതിയും പങ്കെടുത്തു. അതിനുശേഷമാണ് പിന്നീട് ചുമയും പനിയും തുടങ്ങുന്നത്. കൊണ്ടുപോയി നോക്കിയപ്പോൾ കൊറോണയാണ്. അവർ പറയുന്നത് സൗത്ത് കൊറിയയിലുണ്ടായ 60% കൊറോണ വ്യാപനം ഈ സ്ത്രീയിൽ നിന്നും ആയിരുന്നു. നമ്മൾ ഇന്ത്യയും കേരളവും ലോക്ക്ഡൗണിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന ട്രോളുകളും അതിൻ്റെ പ്രസ്താവനകളുമാണ്. നമ്മുടെ പൂർവികരുടെയും പാപങ്ങൾ മൂലമാണ് ഈ വ്യാധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഓർത്ത് നമ്മൾ കരയുകയും പശ്ചാത്തപിക്കുകയും ചെയ്യണം.
തൽഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? മത തീവ്ര ഭക്തർക്കെതിരെ യുക്തിവാദികൾ ട്രോളുന്നു, യുക്തിവാദികൾക്കെതിരെ പിടിച്ചു നിൽക്കാനായിട്ട് മതവിശ്വാസികൾ ട്രോളുന്നു. ഈയിടെ മറ്റപ്പള്ളി സാറ് ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കഥയുണ്ട്. കൺഫ്യൂഷ്യസ് ആയിരുന്നു അദ്ദേഹം. നടന്നു പോകുമ്പോൾ 2 കുട്ടികൾ തമ്മിൽ ഭയങ്കര വഴക്ക്, തർക്കം, ശണ്ട, അടിപിടിയിലെത്തി. അദ്ദേഹം ഇടപെട്ടിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പോൾ ഒന്നാമത്തെ കുട്ടി പറഞ്ഞു, സൂര്യൻ നമ്മളോട് ഏറ്റവും അടുത്തായിരിക്കുന്നത് രാവിലെയല്ലേ? കാരണം ഒന്ന് നോക്കിക്കേ, സൂര്യൻ്റെ വലിപ്പം ഏറ്റവും കൂടിയിരിക്കുന്നത് രാവിലെയല്ലേ. അപ്പം മറ്റവൻ പറഞ്ഞു, അതല്ല, ഒന്ന് നോക്കിക്കേ, ഉച്ചയാകുമ്പോഴല്ലേ സൂര്യൻ്റെ ചൂട് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ സൂര്യൻ ഏറ്റവും അടുത്ത് നമ്മളോട് വരുന്നത് ഉച്ചയ്ക്കല്ലേ. രണ്ടുപേരുടെയും തർക്കം കേട്ടിട്ട് കൺഫ്യൂഷ്യസ് മൗനിയായി സ്വന്തം സഞ്ചിയും എടുത്ത് അവിടം വിട്ടുപോവുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ വരുന്നത് നമ്മുടെ തെറ്റുകൊണ്ടും നമ്മുടെ പാപം കൊണ്ടും നമ്മുടെ പൂർവികരുടെ പാപം കൊണ്ടുമാണെന്നുള്ള ചിന്ത, അതും പഴയ നിയമത്തിലെ ജെറാമയായെയും ഐസയായെയും ദാനിയേലിനെയും ഒക്കെ നോക്കിക്കൊണ്ട് ആവർത്തിക്കുന്നത് ഇപ്പോൾ വളരെ ശക്തിയായിട്ട് വീണ്ടും തിരിച്ചു വരികയാണ്. ഒരു കാര്യം ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ശ്രദ്ധയോടെ ഓർക്കണം. പ്രത്യേകിച്ച് എൻ്റെ സഹോദരങ്ങളായ ധ്യാനഗുരുക്കന്മാരോടാണ് ഞാൻ അപേക്ഷയോടെ പറയുന്നത്. ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെയാണ് ഏത് വിഷയത്തെയും ക്രിസ്ത്യാനിയും ക്രിസ്തീയ മതഭക്തനും ധ്യാനഗുരുവും കാണേണ്ടത്, അല്ലാതെ പഴയ നിയമത്തിൻ്റെ കണ്ണുകളിലൂടെയല്ല. ഇത് പറയുന്നത് ഞാനല്ല. കത്തോലിക്ക സഭ സുവിശേഷ വ്യാഖ്യാനത്തെക്കുറിച്ചും ബൈബിൾ വ്യാഖ്യാനത്തെക്കുറിച്ചും 1993 ഇറക്കിയ അവസാനത്തെ ഔദ്യോഗികമായ രേഖയുണ്ട്. അതിൽ പറയുന്നതാണ് നമ്മൾ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുന്നതും വായിക്കുന്നതും ക്രിസ്തുവിൻ്റെ കണ്ണുകളിലൂടെ ആയിരിക്കണമെന്ന്. അങ്ങനെയെങ്കിൽ ക്രിസ്തു എങ്ങനെയാണ് പ്രകൃതി ദുരന്തങ്ങളെ കണ്ടത്? അത് ലൂക്കാ 13 വളരെ കൃത്യമായിട്ട് ഈശോ തന്നെ പറയുന്നുണ്ട്. അതായത് ശീലോഹ ഗോപുരം വീണ് 18 പേര് മരിച്ചു. പീലാത്തോസ് അവിടെ ബലിക്ക് വന്നവരുടെ കൂടെ അവരെ കൊന്ന് അവരുടെ രക്തം കൂടി ചേർത്തു. ഇത് അവരുടെ പാപം കൊണ്ടാണ് എന്ന് കരുതുന്നുവോ? അതാണ് ഈശോ ചോദിക്കുന്നത്. പഴയ നിയമസങ്കല്പത്തെയാണ് ഈശോ ഉടച്ച് മാറ്റുന്നത്. അതായത് ദൈവമെന്ന് പറയുന്നത് നമ്മുടെ കുറ്റവും നമ്മുടെ പാപവും നമ്മുടെ തെറ്റും കണ്ടുപിടിക്കാനിരിക്കുന്ന വളരെ ക്രൂരനായ ഒരു ന്യായാധിപതിയാണെന്നുള്ള ചിന്ത അടിമുടി ഈശോ മാറ്റുന്നത് എന്താണ്? തമ്പുരാൻ അപ്പനാണ്, സ്നേഹിക്കുന്ന അപ്പനാണ്. ഏത് നിങ്ങളിവിടെ ഭൂമിയിൽ കാണുന്ന ഏറ്റവും നല്ല അപ്പനേക്കാളും വലിയ നന്മയുള്ള അപ്പൻ. ഏത് ദുഷ്ടർക്കും ശിഷ്ടർക്കും ഒരേപോലെ മഴയും വെള്ളവും കൊടുക്കുന്ന അപ്പൻ. അത്രയും നല്ല അപ്പനെ അവതരിപ്പിച്ച ക്രിസ്തുവിനെ അനുകരിക്കുന്ന ധ്യാനഗുരുക്കന്മാർ വീണ്ടും തിരിച്ച് ശിക്ഷ വിധിക്കുന്ന, കുറ്റം വിധിക്കുന്ന ന്യായാധിപനായ ദൈവസങ്കല്പത്തെ കൊണ്ടുവരരുത്. ഫിയർ ആൻഡ് ഗിൽറ്റ്, ഇത് രണ്ടും മാറ്റിക്കളയാനായിട്ടാണ് ക്രിസ്തു വന്നത്. അവൻ ആവർത്തിച്ച് പറയുന്നത് ശ്രദ്ധിക്കുക, നിങ്ങൾ ഭയപ്പെടരുത്. മനുഷ്യരെല്ലാം ഭയപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീണ്ടും വലിയ കുറ്റബോധത്തിലേക്കും ഭയത്തിലേക്കും അവരെ തള്ളിവിടുന്നത് മഹാ അപരാധമാണ്. ശീലോഹായിലെ ദുരന്തത്തിൻ്റെയും ഗലീലിയയിലെ ദുരന്തത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഈശോ പറയുന്നത് എന്താണ്? അവർ വലിയ പാപികളായിരുന്നിട്ടില്ല. പകരം എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കുന്നില്ല എങ്കിൽ. പശ്ചാത്തപിക്കുക എന്ന് പറഞ്ഞാൽ പാപത്തെ ഓർത്ത് പിഴയടിക്കുക എന്നുള്ളതല്ല ബിബ്ലിക്കൽ സങ്കല്പം. പകരം മെറ്റാനോയ്യത്തെ, മനസ്സ് മാറുക, ഹൃദയം മാറുക, ജീവിത ശൈലി മാറുക. എന്നിട്ട് ലൂക്കാ 13 ഈശോ ഉടനെ പറയുന്ന ഉപമ എന്താണ്? അത്തിമരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുക. എന്ത് ഫലം? കാരുണ്യത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഫലം പുറപ്പെടുവിക്കാനുള്ള അവസരമാണ് ഏതൊരു പ്രകൃതി ദുരന്തവും. ഈ കാഴ്ചപ്പാടിലൂടെ മാത്രമേ ക്രിസ്തുവിൻ്റെ പേരിൽ നിലകൊള്ളുന്ന വൈദികരും ധ്യാനഗുരുക്കന്മാരും ഈ പ്രകൃതി ദുരന്തത്തെയും വ്യാഖ്യാനിക്കാവൂ. ഫേസ്ബുക്കിൽ ഇന്ന് രാവിലെ വായിച്ചൊരു കുറിപ്പാണ്. ജിൻസച്ചൻ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്. അദ്ദേഹം കുറേ ക്യാൻവാസുമായിട്ട് തൻ്റെ പള്ളിമേടയിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഓട്ടോ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവസാനം ഒരു ഓട്ടോക്കാരൻ അടുത്ത് വന്നു. പള്ളിമേടയിൽ ചെന്നപ്പം അച്ഛൻ ചോദിച്ചു, എന്ത് വേണം? അയാൾ പറഞ്ഞു, അച്ഛാ ഒരു 50 രൂപ തരാൻ പറ്റുമോ? 2 ദിവസമായി ഓട്ടോ ഒന്നുമില്ല. എന്നിട്ട് അച്ഛൻ കുറിക്കുന്നു, ഇതാണ് അനുദിന വേതനം കൊണ്ട് കഴിയുന്ന സാധാരണക്കാരൻ്റെ അവസ്ഥ. ഇന്നലെ വൈകുന്നേരം മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം കേട്ടു. അദ്ദേഹം എണ്ണി പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പഞ്ചായത്ത് തലത്തിൽ, അവിടുത്തെ വാർഡ് തലത്തിൽ, ആ വാർഡിൽ കഴിയുന്ന വൃദ്ധരായിട്ടുള്ളവർ, രോഗികളായിട്ടുള്ളവർ,
ഒരു ദിവസത്തെ കൂലി കൊണ്ട് കഞ്ഞി കുടിക്കുന്നവർ, അംഗവൈകല്യം സംഭവിച്ചവർ, ഇങ്ങനെ ദുർബലരായവരുടെ കണക്കെടുത്ത് അവർക്ക് അനുദിന ജീവിതത്തിന് വേണ്ടത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം, അതായത് പഞ്ചായത്തും വാർഡ് മെമ്പർമാരും അവിടെ കിട്ടുന്ന വോളണ്ടിയേഴ്സും ചെയ്യണം. സർക്കാരിൻ്റെ ഈ പ്രവർത്തനങ്ങളോട് കൈകോർക്കാൻ ഏറ്റവും വലിയ സാധ്യതയുള്ളത് ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്കാണ്. രൂപതകളും അതിൻ്റെ കീഴിൽ ഇടവകകളും അതിൻ്റെ കീഴിൽ വാർഡുകളുമായിട്ട് ശക്തമായ നെറ്റ്വർക്കാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വികാരിച്ചന് കൃത്യമായിട്ടറിയാം ആ ഇടവക അതിർത്തിയിലുള്ള അത് ഏത് ജാതി മതസ്ഥനാണെങ്കിലും പാവപ്പെട്ടവൻ ആരാണെന്നറിയാം, അന്നത്തെ കൂലി കൊണ്ട് ജീവിക്കുന്നവൻ ആരാണെന്നറിയാം, അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിലും ക്ലേശത്തിലും കഴിയുന്നവരാരാണെന്നറിയാം. അവർക്ക് ഭക്ഷണത്തിനും ജീവിതത്തിനും വേണ്ട കൈത്താങ്ങാകുക, അതും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് കൈ കോർത്ത് പിടിച്ചുകൊണ്ട്. ഈയിടെ കണ്ട ഒരു വീഡിയോ ക്ലിപ്പ് യൂറോപ്പിലെ ഒരു സംഭവമാണ്. പഠനത്തിന് ശേഷം അവിടെ നടത്തുന്ന വെയ്ക്ക് എന്ന് പറയുന്ന ഒരു കർമ്മമുണ്ട്, നമ്മുടെ പൊലിയടിയന്തരം പോലെ. അങ്ങനെ സുഹൃത്തുക്കളെല്ലാം കൂടി ഇരിക്കുന്ന പള്ളിയിലേക്ക് മരിച്ചുപോയ ഈ സ്ത്രീയുടെ ഭർത്താവ് കടന്നു വരിക, ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം എൻ്റെ ഭാര്യ ജോസഫൈൻ നല്ല ഒരു ഭാര്യയായിരുന്നു, സ്നേഹമുള്ള ഒരമ്മയായിരുന്നു. അവസാനത്തെ ദിവസം ഏറ്റവും സങ്കടകരമായിരുന്നു. കാരണം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഫുട്ബോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾ അകത്തുനിന്ന് ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങളോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ, ക്ലോസറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കവറ് അടച്ചു വെക്കണമെന്ന്, ഇപ്പോഴും തുറന്നു വച്ചിരിക്കുകയല്ലേ. അപ്പോൾ ഇയാൾ പറഞ്ഞു, നീ പറയുന്ന നേരത്തിന് അതൊന്ന് അടച്ചു വെച്ചാൽ പോരെ. അപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു1000 വട്ടം ഇയാളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, ഇയാളുടെ ശീലം കൊണ്ട് ഞാൻ മടുത്തു. അപ്പോൾ ഇയാൾ പ്രതികരിച്ചു, നിന്നെക്കൊണ്ട് ഞാനും മടുത്തു. അന്നുച്ചയ്ക്ക് കാറെടുത്ത് അവൾ പുറത്തേക്ക് പോയി ആക്സിഡൻറ്റിൽപ്പെട്ട് മരിക്കുകയായിരുന്നു. എന്നിട്ട് നിറകണ്ണുകളോടെ അയാൾ പറഞ്ഞു, ജോസഫൈൻ, ഇന്ന് രാവിലെയും നീ പറഞ്ഞ പോലെ ഞാൻ ക്ലോസറ്റിൻ്റെ കവർ അടച്ചിട്ടുണ്ട്, നിന്നെക്കൊണ്ട് ഞാൻ ഒരിക്കലും മടുത്തിട്ടില്ല. എന്നിട്ട് അവിടെ കൂടിയിരുന്നവരോടായിട്ട് അയാൾ പറഞ്ഞു, നമ്മുടെ ചെറിയ ചെറിയ വഴക്കുകൾക്കായിട്ട് നമ്മൾ സമയം കളയരുത്, മറിച്ച് കൂടുതൽ സ്നേഹിക്കാനായി നമ്മുടെ സമയം ചെലവഴിക്കുക. ഇത് തന്നെയാണ് 21 ദിവസത്തിൻ്റെ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ ചെയ്യേണ്ടത്. അതായത് ചെറിയ ചെറിയ വഴക്കുകൾക്കായിട്ട് സമയം കളയുകയല്ല, സ്നേഹിക്കാനായി കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരം. അത് നമ്മുടെ വീട്ടിലെ അടുത്ത ബന്ധങ്ങളിൽ കൂടുതൽ സ്നേഹിക്കാൻ പോരാ, നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്ക് ഈ പറയുന്ന ലോക്ക്ഡൗണിൻ്റെ നിയമങ്ങളൊന്നും ലംഘിക്കാതെ തന്നെ എങ്ങനെ നമ്മുടെ പരസ്നേഹത്തിൻ്റെ കാരുണ്യ കൈകൾ നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്ക് എത്തിക്കാം. ഓർക്കുക, നമ്മൾ ഈ നാട്ടിൽ ഭയങ്കരമായ ഈശ്വരവിശ്വാസികളും യുക്തിവാദികളുമുണ്ട്. ഈ അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെച്ചുകൊണ്ട് ഒരുമിച്ച് കൈകോർക്കാൻ, ദൈവമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് തർക്കിക്കാനല്ല, മറിച്ച് മനുഷ്യൻ ഇവിടെ ജീവിച്ച് നിൽക്കാൻ വേണ്ടി കൈകോർക്കാനുള്ള അവസരമാക്കി ഈ ലോക്ക്ഡൗണിൻ്റെ 21 ദിവസങ്ങൾ മാറ്റുന്നിടത്താണ് നമ്മൾ ക്രിയാത്മകമായിട്ട് ഈ ദുരന്തത്തെ നേരിടുന്നവർ ആകുന്നത്. 21 നാൾ വെറുതെ ഇരിക്കണ്ട, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം, നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാം. മൊബൈൽ ഫോണിന് അവധി കൊടുക്കാം, വീട്ടിലാരോടും അടിയിടില്ലെന്നുറയ്ക്കാം. പ്രായമായുള്ള ആളുകൾ വീട്ടിലുണ്ടെങ്കിലോ അവരിലെ അറിവുകൾ കേൾക്കാം, നമുക്കവരിലെ അറിവുകൾ കേൾക്കാം. മക്കളുള്ളോർക്കവർക്കൊപ്പം ഒന്നിച്ചു കൊച്ചുകഥകൾ പറഞ്ഞിരിക്കാം, മക്കളുള്ളോർക്കവർക്കൊപ്പം ഒന്നിച്ചു കൊച്ചുകഥകൾ പറഞ്ഞിരിക്കാം. മക്കളെ കൂട്ടി അടുക്കള കേറിട്ടവിയലും തോരനും വയ്ക്കാം. ഭക്ഷണം വയ്ക്കാൻ അവർ പഠിക്കേണ്ടതും ഇന്നിൻ്റെ നിർബന്ധമല്ലോ. പുസ്തകമൊക്കെ അടുക്കി വയ്ക്കാം, മാറാലയൊക്കെ തുടച്ചു നീക്കാം. പച്ചക്കറി തൈ കുഴിച്ചു വയ്ക്കാം, വെള്ളത്തിൻ ടാങ്കിലഴുക്കു നീക്കാം.
കാടുപിടിച്ചിടം വൃത്തിയാക്കാം, പൂച്ചെടിച്ചോട്ടിലെ മണ്ണിളക്കാം, ബൾബും ലൈറ്റും തുടച്ചെടുക്കാം, ഷെൽഫിലെ പാത്രങ്ങൾ വൃത്തിയാക്കാം. പാത്രങ്ങളെല്ലാം അടുക്കി വയ്ക്കാം, വസ്ത്രങ്ങൾ ഇസ്തിരിയിട്ടു വയ്ക്കാം, ജനൽ തുറക്കാം, ചില്ലുകൾ തുടയ്ക്കാം, മെത്തയെടുക്കാം, വെയിലത്തുണക്കാം, വീടൊരു സ്വർഗമാക്കിയിടാം, നമ്മുടെ വീടൊരു സ്വർഗമാക്കിയിടാം. ഒത്തിരി നാളായി പറയുന്നതല്ലേ വയറൊത്തിരി കൂടിയ കാര്യം. ഒത്തിരി നാളായി പറയുന്നതല്ലേ വയറൊത്തിരി കൂടിയ കാര്യം. വ്യായാമമൊക്കെ തുടങ്ങാം, എണ്ണ തേച്ചൊന്നു കുളിക്കാം, നല്ല കിളിയൊച്ച കേൾക്കാം, ലളിത സംഗീത പാഠം പഠിക്കാം, വീട്ടുകാരൊരുമിച്ചു ചെസ്സ് കളിക്കാം. വീട്ടിലൊരൂഞ്ഞാലു കെട്ടാം, സൗന്ദര്യമൽപ്പവും കുറയണ്ട, മുഖമാകെ മഞ്ഞളും തേനും പുരട്ടാം, സർഗഭാവങ്ങൾ വിരിക്കാം, അക്ഷരം വാക്കിൽ വരിയിൽ നിറയ്ക്കാം, പുത്തൻ കലകൾ പഠിക്കാം, നല്ല പുസ്തകത്താളിൽ രമിക്കാം. നേരമില്ലെന്നത്ര ചൊല്ലിപ്പറഞ്ഞു നാം, നേരമേറെ അനുവദിച്ചാരോ. നേരമില്ലെന്നെത്ര ചൊല്ലിപ്പറഞ്ഞു നാം, നേരമേറെ അനുവദിച്ചാരോ. പരിഭവമെല്ലാം അകറ്റിടാം, വീട്ടിലെ പകലുകൾ സ്വർഗീയമാക്കാം. പരിഭവമെല്ലാം അകറ്റിടാം, വീട്ടിലെ പകലുകൾ സ്വർഗീയമാക്കാം. ഈ പകലുകൾ സ്വർഗീയമാക്കാം. ഭയന്നിടില്ല നാം, ചെറുത്തു നിന്നിടും, കൊറോണ എന്ന ഭീകരന്റെ കഥ കഴിച്ചിടും. ഭയന്നിടില്ല നാം, ചെറുത്തു നിന്നിടും, കൊറോണ എന്ന ഭീകരന്റെ കഥ കഴിച്ചിടും.
आगे ये कंपनी बागी है। हाँ कंपनी बस अच्छा। देखो सबको पता कि खाना हम लेके आ रहे तभी आए, परसों बोल के आए थे। रोज ये खाने के लिए, हमारे खाने के लिए ही बैठे हुए सारे। यहीं आना होगा। क्या बोल रहा था जाहिर वैसे। आप बताइए, जब से 21 तारीख से हमने रोटी का शक्ल नहीं देखा, जो कि इसी हाथ से रोटी बना के देने वाला आदमी। हम कारीगर इंसान हैं, मैं नहीं भत्तेरे कारीगर है। आज 4 दिन से पेट भर का खाना नहीं खाया हमने। होटल पे जॉब करता हूँ मैं, नॉर्थ इंडियन डिश बनाता हूँ, जो भी 500-600 मिलते हैं, लेकिन मैं डेली लेता हूँ। फिलहाल होटल बंद नहीं, इसलिए मजबूरी में पड़ा मजबूरी हूँ। से खड़ा रहना पड़ता है। हाँ, हम तंदूर का कारीगर हैं हम, ठीक है। 600 रुपये मिलते हैं तंदूर पे, रोज लेते हैं, रोज खाते हैं, रोज कमाते हैं। लेकिन जब आते हैं कमा के यहीं सोते हैं, यहीं खाते पीते, खत्म हो जाते हैं पैसे, फिर हम जाते हैं। हमारा कोई आधार कार्ड नहीं, कुछ नहीं, कुछ भी नहीं, कोई परिवार नहीं। कहाँ जाएंगे हम यहाँ से? आप बताओ बाबूजी, मोदी ने ये करवा दिया, हम कहाँ जाएंगे गरीब आदमी? भूख के मारे बीमारी नहीं होगी इन सबको? बताइए आप, ये कहाँ पे जाएंगे? सब अलग अलग प्रांत के हैं ना, इनको छत छुपाने की जगह बारिश आए तो ना सोने की जगह, सब ऐसे ही हैं बेचारे। और इधर पुलिस मारती है। इधर बैठो तो इधर से भगाते हैं, बोलते हैं भाग जाओ। ट्रेन बंद है, कहाँ भाग जाऊँ? घर जाने की कोई व्यवस्था है नहीं है, बॉर्डर सब सील है। दिल्ली के लॉकडाउन का चौथा दिन है और जो नेशनल लॉकडाउन है उसका सिर्फ दूसरा दिन है। और जो हालात हमने अभी देखी वो एक झलक है जो पूरे देश में हो रहा है। ये थोड़ा सा गरम कम हो जाए, ये गरम ज़्यादा है, थोड़ा इंतज़ार कर दीजिएगा। ठीक है, थोड़ा आप इंतज़ार कर दीजिए। तो हम देख रहे हैं 1000 लोग, 2000 लोग, यमुना पुष्ट हमें 10,000 लोग इकट्ठा बैठे हैं। 6-6, 8-8 घंटे इंतज़ार कर रहे हैं और फिर कोई देता है उनको एक मुट्ठी खाना। औरतें जो हैं वो दिख भी नहीं रही हैं। औरतों की हालत, बच्चों की हालत और भी ज़्यादा है, क्योंकि जो इस तरह की भीड़ है उसमें वो शामिल भी नहीं हो पा रहे हैं। 21 दिन लॉकडाउन में उनकी क्या हालत होगी? भूख, अकेलापन, निराशा। कोरोना वायरस बड़ा रोग है, लेकिन उससे बहुत बड़ा रोग है गरीबी और भूख। उन देशों में आप ये लॉकडाउन कर सकते हैं जहाँ पे लोगों के पास घर है, सामाजिक सुरक्षा है और ऐसी नौकरी है जहाँ उन्हें वेतन मिलता रहेगा। लेकिन हमारे देश में जहाँ 9 में से 10 मजदूर असंगठित हैं, जिनका नौकरी की कोई सुरक्षा नहीं है, उनकी क्या हालत है ये तो हम कल्पना करना भी दूर है। यहाँ होटल के कारीगर, बर्तन धोने वाले, साफ सफाई वाले, हर कोई मिलता है यहाँ। अच्छा कुक भी मिलता है यहाँ पे, खाना बनाने वाला। रैन बसेरे में जगह नहीं है ना, बोलता है जो जितने हैं उतने ही हैं, बोल रहे हैं अब आके आदमी नहीं घुसने देंगे, मारते हैं डंडों से। दाल और चावल आते हैं इतने, वो किसी को नहीं मिलते, बाहर वाले को मिलते ही नहीं है। जो अंदर हैं उन्हीं को मिलते हैं, वो भी थोड़े थोड़े। हम लोग बिहार से आ रहे थे, नई दिल्ली में गाड़ी रद्द हो गया तो बीच में ही फंस गए हैं। हाँ, जुगी में या पारिक में वो लोग कहा कि राजा हमारे पास बच्चे के लिए कहाँ भटकेगा, जब हम लोग रोटी वोटी बनाएंगे तो देते रहेंगे। लेकिन वो लोग का काम बंद हो गया, वो भी नहीं कहता है कि हम कहाँ से 1 दिन खिलाएंगे, 2 दिन खिलाएंगे। एक में नोटबंदी से ज्यादा परेशानी नहीं, इससे ज्यादा परेशानी है। नोटबंदी में तो था, थोड़ा बहुत मिल तो रहा था ना, खाना नोटबंदी में थोड़ा बहुत तो मिल रहा था, यहाँ तो बिल्कुल भी नहीं मिल रहा। सरकार ने लॉकडाउन कर रखा है, बोलते कि भीड़ नहीं कर इकट्ठा करना, पर वहाँ जाके पुस्तक में देखो हजारों की तादाद में चिपके हुए लोग भीड़ में है। वो इकट्ठा हुए क्यों है? उन्हें भूख लगी, उन्हें पता कि शायद यहाँ खाना मिल जाए, तभी वो वहाँ पर इकट्ठा, पर उस पर कोई ध्यान ही नहीं दे रहा है। दुष्काल हमने 1943 में देखा। अगर हम ध्यान नहीं दें और पहले से ही अर्थव्यवस्था इतनी मंदी में है, ये नहीं हो कि एक दुष्काल जैसी स्थिति हमारे देश में उठे।
ये जो आने वाले दिन हैं इसमें हम सबको वही गांधी जी की बात याद रखते हुए, उस अंतिम व्यक्ति को ध्यान में रखते हुए, जब हम अपने घरों में अपने आप को सुरक्षित कर रहे हैं, उनकी सुरक्षा के बारे में भी हम लोग सब चिंतित रहें और सरकार से उनकी आवाज़ अपनी आवाज़ से जोड़ के पहुंचाएं कि ऐसी व्यवस्था ना करें जहां जैसे लोग कह रहे हैं कोरोना वायरस तो बाद में मारेगी, पहले भूख हमें मार देगी। एक टाइम का खिचड़ खाने के लिए कम से कम 9 साढ़े 9 बजे खड़े हो जाओ, बैठे रहो लाइन पे, तो कम से कम 11 बज जाता। बड़े मुझसे इस पेट के वजह से जीना पड़ रहा है, अब क्या फायदा। പ്രിയമുള്ളവരെ, ശ്രീ മുരളി തുമ്മാരുകുടിയുടെ ഏറ്റവും പുതിയ കുറിപ്പ് റേഡിയോ നിഷാദനിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം ആറാട്ടുപുഴ ഹക്കിം ഖാൻ. റോഡിലിറങ്ങുന്ന കൊലയാളികൾ. ലോക്ക്ഡൗൺ 3-ാം ദിവസമാകുമ്പോൾ ഏതാണ്ട് 95% ആളുകളും അതിനോട് സഹകരിക്കുന്നുണ്ട്. നല്ല കാര്യം. കുറച്ചുപേർ ഇപ്പോഴും ഇത് പോലീസുമായുള്ള ഒളിച്ചുകളിയായിട്ടാണ് കാണുന്നത്. പോലീസ് വരാൻ സാധ്യതയില്ലാത്ത വഴികളിലൂടെ അവരൊക്കെ സഞ്ചരിക്കുന്നു. പോലീസിനെ കണ്ടാൽ എന്തെങ്കിലും നുണ പറഞ്ഞ് രക്ഷപ്പെടുക, തട്ടിക്കയറുക, തല്ലുണ്ടാക്കുക. എങ്ങനെയാ ഇവരോടൊക്കെ പൊറുക്കണേ എന്ന് പറയാൻ കഴിയുന്നത്? ഇവരോട് പൊറുക്കാൻ ആർക്കും കഴിയുകയില്ല. കാരണം ഒന്ന്, പല തലമുറകളിൽ ഒരിക്കൽ മാത്രം സമൂഹം നേരിടുന്ന ഒരു വെല്ലുവിളിയെയാണ് ലോകം ഇന്ന് നേരിടുന്നത്. സർക്കാരും സമൂഹവും ഒന്നിച്ചു നിന്നാൽ ഈ യുദ്ധം ജയിക്കാൻ ചെറിയ സാധ്യതയെങ്കിലുമുണ്ട്. ആ സാധ്യതയാണ് ഇത്തരം മിടുക്കന്മാർ ഇല്ലാതാക്കി കളയുന്നത്. 2, ഉത്തരവാദിത്തമില്ലാത്ത ആളുകൾ, കുറച്ചാളുകളാണെങ്കിൽ പോലും അവരങ്ങനെ പ്രവർത്തിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്നും സമൂഹ വ്യാപനം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. ആ സ്റ്റേജിൽ കേരളത്തിൽ എത്ര ആളുകൾ രോഗബാധിതരായി എന്നല്ല, ഇനി എത്ര കോടി ആളുകൾക്ക് രോഗമുണ്ടാവും, എത്ര ലക്ഷം പേർ ഭരിക്കുമെന്നായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. നമ്മൾ സർക്കാർ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി അംഗീകരിച്ച് സഹകരിച്ചില്ലെങ്കിൽ ആ സാഹചര്യത്തിലേക്ക് എത്താൻ ആഴ്ചകൾ മതി. 3, കേരളത്തിൽ ആളുകൾ നിരാശയിലും തീരാദുഃഖത്തിലുമാവാൻ 1 കോടി കേസുകളൊന്നും വേണ്ട, 1 ലക്ഷം മതി. കേരളത്തിൽ ലഭ്യമായ ആരോഗ്യ സംവിധാനങ്ങൾക്ക് അഥവാ ആശുപത്രി കിടക്കകൾ, വെന്റിലേറ്ററുകൾ, ICU തുടങ്ങിയവ, ആ ആരോഗ്യ സംവിധാനങ്ങൾക്കപ്പുറം രോഗങ്ങളുടെ എണ്ണം കടന്നാൽ പിന്നെ വീട്ടിലും റോഡിലും കിടന്ന് രോഗികൾ വായു വലിക്കുന്ന സമയമുണ്ടാവും. അന്ന് നമ്മളെ പരിശോധിക്കാൻ പോലീസോ പോലീസിനെ വെട്ടിക്കാൻ ബിരുദന്മാരോ ഉണ്ടാവില്ല. ഇതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ലാത്തതല്ല. ആളോഹരി കേരളത്തിന്റെ 100 മടങ്ങ് ആരോഗ്യ സംവിധാനമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും എല്ലാവർക്കും വേണ്ട ശരിയായ ചികിത്സ നൽകാൻ അവിടുത്തെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് ദയവായി മനസ്സിലാക്കുക. 4, നമ്മുടെ സർക്കാരിനും പോലീസിനും ധാരാളം പണിയുള്ള കാലമാണ്. വൈറസ് ബാധിതരുടെ എണ്ണം നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ പരിധിക്കുള്ളിൽ നിർത്തുക എന്ന ഉത്തരവാദിത്തം ഒരു വശത്ത്, ലോക്ക്ഡൌൺ ആയിരിക്കുന്ന കാലത്ത് ആളുകൾക്ക് ഭക്ഷണം ഉറപ്പാക്കുന്ന ജോലി മറുവശത്ത്, വരാനിരിക്കുന്ന സാധ്യമായ ദുരന്തങ്ങൾക്ക് തയ്യാറെടുക്കേണ്ട ഉത്തരവാദിത്തം വേറെ. ഇതിനിടയിൽ നിർദ്ദേശങ്ങൾ അറിയാതെയും മനസ്സിലാക്കാതെയും വഴിയിലിറങ്ങി മിടുക്ക് കാണിക്കുന്നവരെ നിയന്ത്രിക്കേണ്ടി വരുന്നത് എത്ര നിർഭാഗ്യകരമാണ്. 5, ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഒരിക്കൽ കൂടി പറയാം. ഈ ലോക്ക്ഡൗൺ നമ്മുടെ അവസാനത്തെ ചാൻസാണ്. ഇതിനോട് സമൂഹം പൂർണ്ണമായി സഹകരിച്ചാൽ മാത്രമേ വൈറസ് ബാധിതരുടെ എണ്ണം നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ പരിധിക്കകത്ത് നിർത്താൻ ഒരു സാധ്യതയെങ്കിലുമുള്ളൂ. അപ്പോൾ സഹകരണം സ്വമനസ്സാടെയും കാര്യങ്ങൾ മനസ്സിലാക്കിയും സമ്പൂർണവുമായിരിക്കണം. സർക്കാർ നിയന്ത്രിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം ചെയ്യാമെന്നല്ല, നിയന്ത്രിച്ചവ തീർച്ചയായും ചെയ്യില്ല. നിയന്ത്രണമില്ലാത്തവ തന്നെ ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യും എന്നതായിരിക്കണം നമ്മുടെ രീതി. 6, ഉദാഹരണത്തിന് അത്യാവശ്യത്തിന് ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ പോകാൻ നമുക്ക് നിയന്ത്രണമില്ല. അപ്പോൾ വേണമെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാനാണെന്ന പേരിൽ എന്നും പുറത്തിറങ്ങാം. അല്ലെങ്കിൽ പതിവ് പോലെ 2-3 ദിവസത്തേക്കുള്ള വസ്തുക്കൾ മാത്രം വാങ്ങി ഇടയ്ക്കിടയ്ക്ക് പുറത്തിറങ്ങാം. ഇത് രണ്ടും തെറ്റാണ്. നമ്മൾ പുറത്തിറങ്ങുന്നത് പരമാവധി കുറയ്ക്കുക. പറ്റുന്നവർ ഒരാഴ്ചക്കുള്ള സാധനങ്ങൾ വാങ്ങുക. നമ്മൾ എന്തിനു പോകുന്നു, എത്ര അത്യാവശ്യമായി പോകുന്നു എന്നതൊന്നും വൈറസിനെ ബാധിക്കുന്ന കാര്യമല്ല.
മറ്റുള്ളവരുമായി കൂട്ടിമുട്ടുന്ന ഓരോ സ്ഥലവും നമ്മെ വൈറസ് ബാധിക്കാനുള്ള സാധ്യത കൂട്ടുകയാണ്. യാത്രകളും കൂട്ടിമുട്ടലും എത്ര കുറയ്ക്കുന്നോ അത്രയും നമുക്ക് വിജയസാധ്യത കൂടുകയാണ്. 7. ഇതൊക്കെ പലരും പലവട്ടം പറഞ്ഞതാണ്. എന്നിട്ടും അത്യാവശ്യമില്ലാതെ പുറത്തിറങ്ങുന്നവർ അവരുടെ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിന്റെ മൊത്തം ആരോഗ്യവും കുഴപ്പത്തിലാക്കുന്നവരാണ്. അവരങ്ങനെ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നാളെ കേരളത്തിൽ 10,000 ഈ രോഗം കൊണ്ട് മരിച്ചാൽ അവരുടെ രക്തം പുരണ്ടിരിക്കുന്നത് ഇപ്പോൾ പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് വെറുതെ പുറത്തിറങ്ങുന്ന ഈ മഹാന്മാരിലായിരിക്കും. ഇന്നവർ വെറും സാമൂഹ്യദ്രോഹികളാണ്. നാളെ അവർ കൊലയാളികളാവും. അതവർക്കും സമൂഹത്തിനും മനസ്സിലാവുമ്പോഴേക്കും കാര്യങ്ങൾ അവരുടെയും പോലീസിന്റെയും കൈവിട്ടു പോയിരിക്കും. കേരളത്തിനേക്കാൾ 10 ഇരട്ടി ആരോഗ്യ സംവിധാനങ്ങളുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ മരണങ്ങൾ 1000-ങ്ങളിലെത്തി. അപ്പോൾ കേരളത്തിൽ 10,000 സംഭവിക്കാൻ പാടില്ലാത്തതല്ല. 8. മഴ വന്നാലും മന്ത്രി വന്നാലും സമയവും കാലവും നോക്കാതെ ഡ്യൂട്ടിയും ഓവർടൈം ചെയ്യുന്നവരാണ് നമ്മുടെ പോലീസുകാർ. ഇപ്പോഴീ കൊറോണ യുദ്ധത്തിന്റെ മുന്നിലും അവരുണ്ട്. ഇത്തവണ പക്ഷേ അവരുടെ ആരോഗ്യവും ജീവനും പണയപ്പെടുത്തിയാണ് അവർ ഈ ജോലി ചെയ്യുന്നത്. അവരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അവരെ കൊണ്ട് ഈ സാഹചര്യത്തിൽ ലാത്തി കയ്യിലെടുപ്പിക്കുന്നത് ഒരു സമൂഹമെന്ന നിലയിൽ നമ്മുടെ പരാജയമാണ്. 9. ഓരോ വീട്ടിലും പുറത്തിറങ്ങാൻ പോകുന്ന ആളുകളോട് വീട്ടുകാർ തന്നെ ഇക്കാര്യം പറയണം. ഇല്ലെങ്കിൽ നാട്ടുകാർ പറയണം. അവരെ പോലീസ് പിടിക്കുന്നതോ അടികൊള്ളുന്നതോ 2 വർഷം ജയിലിൽ പോകേണ്ടി വന്നേക്കാവുന്നതോ ഒന്നുമല്ല പ്രശ്നം. അവരുടെ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റം നമ്മുടെ സമൂഹത്തിൽ ഒരു കൂട്ടക്കുരുതി ഉണ്ടാക്കും എന്നതാണ്. 10. ഇനി ഇതൊക്കെ പറയാൻ അധികം സമയമില്ല. കൊറോണയുടെ കേന്ദ്രം നമ്മുടെ നേരെ വരികയാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ അവരുടെ ജീവൻ പണയം വെച്ച് ആ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. അവർക്ക് പിന്തുണ നൽകാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നു. മരണം ചൈനയിൽ നിന്നും ഇറ്റലിയിൽ നിന്നും മാറി നമ്മുടെ തൊട്ടടുത്തെത്തുമ്പോൾ വീടിന് പുറത്തു പോയിട്ട് വീട്ടിലെ കട്ടിലിനടിയിൽ നിന്ന് പോലും ഈ സാമൂഹ്യദ്രോഹികൾ പുറത്തിറങ്ങില്ല. പക്ഷേ അപ്പോഴേക്കും അവരാൽ പറ്റുന്ന ദ്രോഹം അവർ സമൂഹത്തിന് ചെയ്തിരിക്കും. അതനുവദിക്കരുത്. ഇവരെ വീട്ടിൽ തന്നെ തടയേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പോലീസിന് വേറെ പലതരം ഉത്തരവാദിത്തങ്ങളുള്ള സമയമാണ്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന DGP മുതൽ ഹോംഗാർഡ് വരെയുള്ള എല്ലാ പോലീസുകാർക്കും എൻ്റെ അഭിനന്ദനവും നന്ദിയും അറിയിക്കാനുള്ള സാഹചര്യമായി ഞാൻ ഈ അവസരത്തെ കാണുകയാണ്. നിർഭാഗ്യവശാൽ യുദ്ധത്തിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം വരുന്നതേയുള്ളൂ. കാര്യങ്ങൾ ശരിയാവുന്നതിന് മുമ്പ് കൂടുതൽ വഷളാവും. അതിനാൽ നിങ്ങൾ സ്വന്തം ആരോഗ്യം, നിങ്ങളുടെ മാനസികാരോഗ്യം ഉൾപ്പെടെ പരമാവധി കാത്തു സൂക്ഷിക്കുക, പരമാവധി ശ്രദ്ധിക്കുക. റോഡിലിറങ്ങി ഷോ കാണിക്കുന്ന ഒരു ചുരുക്കം സാമൂഹ്യദ്രോഹികൾ ഒഴിച്ചാൽ സമൂഹം ഇതിനു മുമ്പ് ഒരിക്കലുമില്ലാത്ത രീതിയിൽ നിങ്ങളുടെ പിന്നിലുണ്ട്. ഈ യുദ്ധം നമ്മൾ ജയിച്ചേ തീരൂ. இந்திய மக்கள் தொகையில் 20 விழுக்காடு முதல் 60 விழுக்காடு மக்களுக்கு கொரோனா நோய் தொற்றும் அபாயம் உள்ளதாக பிரின்ஸ்டன் பல்கலைக்கழக விரிவுரையாளர் ரமணன் லட்சுமி நாராயணன் எச்சரித்துள்ளார். உலகிலேயே அதிக மக்கள் தொகை கொண்ட நாடுகளில் 2வது இடத்தில் உள்ள இந்தியா கொரோனா நோய் தொற்று அதிகம் உள்ள நாடாக மாறும் என எச்சரிக்கிறார் வாஷிங்டனில் உள்ள நோய் இயக்கவியல் மற்றும் பொருளாதார கொள்கை மையத்தின் இயக்குநர் ரமணன் லட்சுமி நாராயணன். ஆங்கில இணைய ஊடகங்களுக்கு நேர்காணல் அளித்திருக்கும் ரமணன், இந்திய மக்கள் தொகையில் 20 விழுக்காடு முதல் 60 விழுக்காடு வரை கொரோனா நோய் தொற்று ஏற்படக்கூடிய அபாயம் இருப்பதாக கூறுகிறார். அமெரிக்காவில் கொரோனா நோய் தொற்று ஏற்பட்ட விதத்தை வைத்து மதிப்பீடு செய்திருக்கும் ரமணன், நிலைமை கைமீறிய நிலையில் இந்திய மக்கள் தொகையில் 60 விழுக்காட்டினருக்கு கொரோனா பாதிப்பு ஏற்படக்கூடும். அதாவது 70 கோடி முதல் 80 கோடி மக்கள் பாதிக்கப்படுவார்கள் என அபாய சங்கு ஊதுகிறார். இதில் பெரும்பான்மையினர் லேசாக பாதிக்கப்படுவார்கள் எனவும் கூறுகிறார். இதில் மிகச்சிறிய விழுக்காட்டினர் தீவிர தாக்குதலுக்கு ஆளாவார்கள் என்றும் சிறிய விழுக்காட்டினர் உயிரை இழப்பார்கள் என்றும் கூறுகிறார். இந்தியாவின் மக்கள் தொகை அடர்த்தியை மதிப்பிடும்போது 10,000 கண்டறியப்படாத கொரோனா நோய் தொற்று நோயாளிகள் இருக்கலாம் என்கிற திடுக்கிடும் தகவலையும் ரமணன் கூறுகிறார். இந்த கொடூர நோய் தொற்று இந்திய மெடிக்கல் கவுன்சில் கூறுவது போல் 2ஆம் நிலையில் இல்லை என்றும் 2 அல்லது 3 வாரங்களுக்கு முன்பே இந்தியா 3ஆம் நிலைக்குள் நுழைந்துவிட்டது என்றும் கூறுகிறார்.
பள்ளிகள், கல்லூரிகள், திரையரங்குகளை மூடுவது, ஊரடங்கு உத்தரவுகள் போன்ற அரசாங்கம் எடுத்துள்ள நடவடிக்கைகளை பார்த்தால் நாம் 3ஆம் கட்டத்தில் இருக்கிறோம் என்பது அரசாங்கத்திற்கு தெரியும் என்பதை காட்டுவதாகவும் ரமணன் விளக்குகிறார். இந்த நிலையிலாவது இந்தியா கடுமையான சோதனைகளை மேற்கொள்ள வேண்டும் என கூறியுள்ள அவர், ஒரு நாளைக்கு 10,000 பேரை சோதிக்க வேண்டும் என்றும் அவர் அறிவுறுத்துகிறார். 130 கோடி மக்கள் தொகை கொண்ட நாட்டில் இந்த அளவுக்கு குறைவான நபர்களுக்கு பரிசோதனை நடத்தப்பட்டிருப்பது போதுமானது அல்ல என அரசின் நடவடிக்கைகளையும் இவர் விமர்சிக்கிறார். மக்கள் பின்பற்ற வேண்டிய தடுப்பு நடவடிக்கைகள் குறித்து பேசிய அவர், சளி அல்லது இருமல், காய்ச்சல் அல்லது சுவாச கோளாறு இருந்தால் 1 வாரமாவது வீட்டில் இருக்க வேண்டும் என கூறியுள்ளார். வெறுமனே கையை ஒரு நாளைக்கு 4 அல்லது 5 முறை கழுவினாலே போதுமானது என்கிற ரமணன், நோய் தொற்று இல்லாதவர்கள் முகமூடி அணிய தேவையில்லை என்கிறார். மேலும் கோமியம் குடிப்பதோ அல்லது மாட்டுச்சாணத்தை பூசி குளிப்பதோ எந்த வகையிலும் கொரோனா பரவலை தடுக்காது எனவும், இவை அறிவியல் அடிப்படையற்றவை எனவும் ரமணன் கூறுகிறார்.